സത്യവാൻ സാവിത്രിയുടെ അനശ്വരമായ പ്രണയകഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് മദ്ര രാജ്യത്തിലെ രാജാവായിരുന്നു അശ്വപതി. അദ്ദേഹത്തിന് 18 വർഷം സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. സൂര്യഭഗവാനെ തപസ് ചെയ്തതിലൂടെ അദ്ദേഹത്തിന് സാവിത്രി എന്ന് പേരുള്ള ഒരു പെൺകുഞ്ഞു പിറന്നു. അവൾ വിവാഹപ്രായമായപ്പോൾ അവൾക്ക് അനുയോജ്യനായ ഒരു രാജകുമാരനെ കണ്ടെത്താൻ അശ്വപതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ സ്വന്തമായി വരനെ കണ്ടെത്താൻ രാജാവ് അവൾക്ക് അനുമതി നൽകി. വരനെ തേടി അലഞ്ഞ സാവിത്രി ഒരു മരം വെട്ടുകാരൻ യുവാവിനെ കണ്ടുമുട്ടി. കഠിനമായ വെയിലിൽ മരം വെട്ടുമ്പോൾ ഒരു കിളിക്കൂട് കണ്ടതിനാൽ ആ മരം വെട്ടാതെ അവൻ പോവുകയായിരുന്നു. അവന്റെ ദയയും ധീരതയും സാവിത്രിയെ ആകർഷിച്ചു. അന്വേഷണത്തിൽ ആ യുവാവ് രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയുന്ന സാൽവ രാജ്യത്തിന്റെ യുവരാജാവായ സത്യവാൻ എന്ന് സാവിത്രി മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ അന്ധരായ മാതാപിതാക്കളെ അദ്ദേഹം നന്നായി ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. സാവിത്രി സത്യവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സത്യവാൻ ഒരു രാജ്യഭ്രഷ്ടനാണെന്ന് അറിഞ്ഞപ്പോൾ അശ്വപതിക്ക് ദുഃഖമായി. രാജാവ് പണ്ഡിതനായ നാരദമുനിയെ വിളിച്ച് സാവിത്രിയെ ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു. നാരദൻ സാവിത്രിയുടെ ദൃഢനിശ്ചയം കണ്ട് സത്യവാന്റെ ആയുസ് കുറവാണെന്നും 1 വർഷത്തിനുള്ളിൽ അവൻ മരിക്കുമെന്നും വെളിപ്പെടുത്തി. ഈ സത്യം കേട്ട് സാവിത്രി തളർന്നിരുന്നില്ല. അവൾ നാരദ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു: അദ്ദേഹത്തിന് ആയുസ് കുറവാണെങ്കിലും എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. വിധിയെപ്പോലും എനിക്ക് തോൽപ്പിക്കാനാകും. അവളുടെ ആത്മവിശ്വാസം കണ്ട നാരദ മഹർഷി അവളെ അനുഗ്രഹിച്ച് ഒരു മന്ത്രം ഉപദേശിച്ചു. തുടർന്ന് സാവിത്രിയും സത്യവാനും വിവാഹിതരായി. അവൾ കൊട്ടാരം ഉപേക്ഷിച്ച് സത്യവാന്റെ കൂടെ കാട്ടിലെ കുടിലിൽ ജീവിക്കാൻ തുടങ്ങി. അവൾ എല്ലാ ദിവസവും നാരദ മഹർഷി ഉപദേശിച്ച മന്ത്രം ജപിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു. കൃത്യം 1 വർഷത്തിന് ശേഷം സത്യവാന്റെ ജീവൻ എടുക്കാൻ യമധർമ്മ രാജാവ് നേരിട്ടെത്തി. അന്ന് സത്യവാൻ മരം വെട്ടുന്നതിനിടയിൽ ക്ഷീണിച്ച് സാവിത്രിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. സത്യവാന്റെ ജീവനെ പാശക്കയറിൽ ബന്ധിച്ച് യമൻ പോകുമ്പോൾ സാവിത്രി കരഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു. 7 ലോകങ്ങളിലേക്കുള്ള ദുർഘടമായ പാതയിലൂടെ സാവിത്രി യമരാജനെ പിന്തുടർന്നു. തിരിഞ്ഞു നോക്കി യമരാജൻ കഠിനമായ പാത താണ്ടി തന്നെ പിന്തുടർന്ന സാവിത്രിയുടെ ദൃഢനിശ്ചയം കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം സാവിത്രിയോട് ഇങ്ങനെ പറഞ്ഞു: പുത്രി സാവിത്രി, മനുഷ്യന്റെ ജനനം പോലെ മരണം ഒരു നിശ്ചയമാണ്. അപ്പോൾ സാവിത്രി യമരാജനോട് പറഞ്ഞു: എന്റെ ഭർത്താവില്ലാതെ ഞാൻ തിരികെ പോവുകയില്ല. അപ്പോൾ യമരാജൻ പറഞ്ഞു: പുത്രി സാവിത്രി, നിന്റെ ഭർത്താവിന്റെ ജീവൻ ഒഴികെ എന്ത് വരം വേണമെങ്കിലും നിനക്ക് ചോദിക്കാം. സാവിത്രി തന്റെ ബുദ്ധി ഉപയോഗിച്ച് വരം ചോദിച്ചു. രാജ്യം നഷ്ടപ്പെട്ട കണ്ണ് കാണാത്ത എന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ വീണ്ടും സാൽവ രാജ്യത്തിന്റെ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന് 100 പേരക്കുട്ടികളെ കാണണം. അപ്പോൾ യമരാജൻ പറഞ്ഞു: തഥാസ്തു, അങ്ങനെയാകട്ടെ. അപ്പോൾ സാവിത്രി യമരാജനോട് ചോദിച്ചു: എന്റെ ഭർത്താവായ സത്യവാന്റെ ജീവൻ അങ്ങ് എടുത്തല്ലോ, പിന്നെ എങ്ങനെ എന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ 100 പേരക്കുട്ടികളെ കാണാൻ കഴിയും? വിവാഹ സമയത്ത് ഞാൻ സത്യവാനെ അല്ലാതെ മറ്റാരെയും മനസ്സിൽ പോലും കരുതുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തതാണ്. അതുകൊണ്ട് എനിക്കിനി മറ്റൊരു വിവാഹം കഴിക്കാനോ മക്കൾക്ക് ജന്മം നൽകാനോ കഴിയുകയില്ല. താൻ നൽകിയ വരം നിറവേറണമെങ്കിൽ സത്യവാന്റെ ജീവൻ തിരിച്ചു നൽകണമെന്ന് യമരാജന് മനസ്സിലായി. തന്റെ വാക്ക് പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് മനസ്സിലാക്കിയ യമൻ സാവിത്രിയുടെ വിശ്വാസത്തിലും ബുദ്ധിയിലും സന്തുഷ്ടനായി. യമൻ സത്യവാന്റെ ജീവൻ തിരികെ നൽകി. സത്യവാനും സാവിത്രിയും വനത്തിൽ നിന്ന് തിരിച്ച് സാൽവ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അശ്വപതിയുടെ സൈന്യത്തിന്റെ സഹായത്തോടെ അവർ രാജ്യം തിരിച്ചു പിടിച്ചു. സത്യവാൻ രാജാവായി കിരീടധാരണം ചെയ്തു. അവർക്ക് 100 കുട്ടികൾ ജനിക്കുകയും അവർ സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു. സത്യവാന്റെയും സാവിത്രിയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.